എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ടായിരുന്ന ആളുകൾ പക്ഷേ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നില്ല, നിങ്ങളോട് അകൽച്ച കാണിക്കുന്നു. നമുക്ക് എന്താണെന്ന് നോക്കാം. തന്നിരിക്കുന്ന ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആദ്യത്തെ നിങ്ങൾ പ്ലം പഴമാണ് ഫയലായിട്ട് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുമായിട്ട് ഹൃദയം തുറന്നൊരു ബന്ധമുണ്ടായിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തിക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങളെ ഒരു മൈൻഡുമില്ല, നിങ്ങളുമായിട്ട് സംസാരിക്കുന്നില്ല, നിങ്ങളുമായി ഒരു അകൽച്ച ഉണ്ടാക്കാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നു. ആ വ്യക്തി നിങ്ങളുമായിട്ട് അകലാൻ കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റല്ല. ആ വ്യക്തി കൃത്യമായി ചില ഉദ്ദേശത്തോടെ നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് ചില വിമുഖതകളുണ്ടാകുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തിയെ ആയിട്ട് ബന്ധപ്പെട്ട ചില ആളുകൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങളുമായിട്ട് ആ വ്യക്തി അടുക്കുന്നത് അവരുടെ ചില താല്പര്യങ്ങൾ ഹനിക്കപ്പെടും എന്നുള്ള ഒരു തോന്നലാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യത്താൽ, നിങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പകരമായിട്ട് മറ്റാരെങ്കിലെയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലൊക്കെ പ്രതിഷ്ഠിപ്പിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റാൻ നോക്കുന്നു. ആ മാറ്റാൻ നോക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാതന്ത്ര്യത്തോടെ ആ വ്യക്തിയും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങളും കടന്ന് വരരുത് എന്നവർ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നു. ചില കിംവദന്തികൾ അവർ പറഞ്ഞു വരുത്തുന്നു. നിങ്ങളെക്കുറിച്ച് ചില അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ചില നുണക്കഥകൾ മറ്റുള്ളവരെ കൊണ്ട് സാക്ഷി പറയിപ്പിക്കുന്നു. എപ്പോഴും നിങ്ങളുടെ അസാന്നിധ്യത്തിൽ ആ വ്യക്തിയോട് നിങ്ങളെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞ് ആ രീതിയിലും നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ ഇഷ്ടക്കാരെയോ അല്ലെങ്കിൽ അവരെയൊക്കെ തന്നെയോ നിങ്ങളുടെ സ്ഥാനത്ത് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റുമില്ല ഈ കാര്യത്തിൽ. നിങ്ങളൊരാളെ സ്നേഹിച്ചു, ആത്മാർത്ഥമായിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. നിങ്ങളുടെ മാത്രം നേട്ടവും നിങ്ങളുടെ മാത്രം വിജയവും നിങ്ങളുടെ മാത്രം അട്രാക്ഷനും അല്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. ഒരു മാടാകോടിയോ അല്ലെങ്കിൽ ഒരു ആകർഷിക്കാനുള്ള ഒരു കാര്യവും നിങ്ങൾ ചെയ്യുന്നില്ല അനാവശ്യമായിട്ട്. പച്ചയായി നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. പക്ഷെ ആ വ്യക്തിക്ക് നിർഭാഗ്യവശാൽ ചില ഘട്ടങ്ങളിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ദുസ്വാധീനത്താൽ പെട്ട് നിങ്ങൾക്കെതിരെ പല നിലപാടുകളും ആ വ്യക്തി എടുത്തു. പക്ഷേ അധികം താമസിയാതെ തന്നെ അതിൻ്റെ പേരിലാണ് നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്നത്. അധികം താമസിയാതെ തന്നെ ആ വ്യക്തി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരികയും തന്നെ ചെയ്യും. ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളെ എന്നേക്കുമായിട്ട് മാറ്റി നിർത്താൻ കഴിയില്ല. ആ വ്യക്തിയോട് ചില കമ്മിറ്റ്മെൻറ്റുള്ള ചില ആളുകളുടെ സമ്മർദ്ദം, അവരുടെ പ്രവർത്തനങ്ങൾ, അവർ പറഞ്ഞത് കൊടുത്തത് മാത്രം വിശ്വസിച്ച് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നു, നിങ്ങളോട് സംസാരിക്കുന്നില്ല, നിങ്ങളോട് പിണക്കം വരുത്തുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിശബ്ദമായിട്ട് അതിൽ ദേഷ്യപ്പെടാതിരിക്കുക. ആ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് തൽക്കാലം അത് നടക്കട്ടെ എന്നുള്ള ഭാവത്താൽ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിസ്സംഗത നിങ്ങളുടെ വ്യക്തിയെ ചിന്തിപ്പിക്കുകയും ആ വ്യക്തി ദുർബോധനക്കാരിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് അകന്ന് നിങ്ങളിലേക്ക് അടുക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ നന്മയാണുള്ളത്, നിങ്ങൾക്ക് അതിന് സാധിക്കുക തന്നെ ചെയ്യും. നമുക്ക് രണ്ടാമത്തെ പോലെയായ പുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് നോക്കാം. പുഷ്പം തിരഞ്ഞെടുത്തേക്കുന്നവരുടെ റീഡിങ് പറയുകയാണെങ്കിൽ ഇതിൽ നിങ്ങളുടെ കുഴപ്പം തന്നെയാണെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച കൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കാത്തത്. നിങ്ങൾ ചില ഘട്ടങ്ങളിൽ നിങ്ങളുടെ വ്യക്തിയെ മറന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരേ അഭിപ്രായം, ഒരേ ദർശനമായിട്ട് പോകേണ്ടതാണ്. പക്ഷേ ഇടയിൽ വെച്ച് മറ്റുള്ളവരുടെ സമ്മർദ്ദത്താൽ നിങ്ങൾ
മറ്റു ചില കാര്യങ്ങൾ വിശ്വസിച്ചു. ചില ആളുകൾ നിങ്ങളെയാണ് തെറ്റിദ്ധരിപ്പിച്ചത്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടോ നിങ്ങൾ ആ വ്യക്തിയെ അനാവശ്യമായി തെറ്റിദ്ധരിച്ചത് കൊണ്ടോ നിങ്ങൾ വേറെ ചില കാര്യങ്ങളിൽ വിശ്വസിക്കുകയും വേറെ ചില കാര്യങ്ങൾക്ക് പ്രസക്തി നൽകുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ കാരണമായി. കാരണം നിങ്ങളുടേതാണ്, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നിങ്ങളാണ് ആദ്യമായിട്ട് അനാവശ്യമായ കാര്യങ്ങൾ ആരോപിച്ചത് നിങ്ങളുടെ വ്യക്തിക്കെതിരെ. നിങ്ങളുടെ വ്യക്തി ചിന്തിക്കാത്ത കാര്യങ്ങൾ ആരൊക്കെയോ നിങ്ങൾക്ക് ദുർബോധനം നടത്തി. നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തോന്നി ആ വ്യക്തി അത്ര നല്ലതല്ല, ആ വ്യക്തിയേക്കാൾ നല്ലൊരു വ്യക്തിയെ എനിക്ക് വേറെ കിട്ടുമെന്നുള്ള നിങ്ങളുടെ ഒരു ചോദ്യം, നിങ്ങളുടെ ഒരു ചിന്ത, അതൊരു അഹങ്കാരമായി. ചില ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു. കാരണം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അടുക്കരുത്, ആ അടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നന്മ ഉണ്ടാകരുതെന്ന് ചില ദുഷ്ടശക്തികൾ ആഗ്രഹിച്ചിരുന്നു. അവരുടെ ഒരു കളിപ്പാവയായിട്ട് നിങ്ങൾ മാറി. പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്കന്ന് മുൻകോപമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾ അനാവശ്യമായി ചൂടാകുകയും മുൻകോപമൊക്കെ കാണിച്ചു. ഉള്ളിലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് അത് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അവർ നിങ്ങളോട് സംസാരിക്കാതെ പോയി നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ പേരിൽ. പക്ഷെ പിന്നീട് നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടായി. നിങ്ങൾ സമീപിച്ചപ്പോഴേക്കും ആ വ്യക്തി ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തീരുമാനമെടുത്തു. അത് നിങ്ങളെ വേദനിപ്പിച്ചു. പക്ഷേ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതെന്നറിയുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് തെറ്റിദ്ധാരണ ഇല്ലെന്നറിയുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി തിരിച്ചെത്തും. കാരണം നിങ്ങൾ വെറുത്തപ്പോഴും മനസ്സിൽ നിങ്ങളെ സ്നേഹിച്ചതാണ് ആ വ്യക്തി. ആ വ്യക്തിക്ക് അറിയാം നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തി ഉണ്ടെന്ന്. പക്ഷേ എന്നാലും ആ വ്യക്തി സങ്കടപ്പെട്ട് പിണങ്ങി നിന്നത് നിങ്ങൾ ഇത്രയും സ്നേഹിച്ച ഒരാൾ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാതിരുന്നത്. ആ വ്യക്തിക്ക് ഓരോ നോക്കിലും നിങ്ങൾ കാണിക്കുന്ന സ്നേഹം മനസ്സിലാകും. നിങ്ങൾ കാണിക്കുന്ന സ്നേഹം മനസ്സിലാക്കി തീർച്ചയായിട്ടും ആ വ്യക്തി തിരിച്ചു വരും. ആ വ്യക്തിക്ക് അതിൽ പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് പോയതെങ്കിലും ഈശ്വരൻ്റെ അനുഗ്രഹമില്ലായ്മ ഉണ്ടായി. അങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായത്, അങ്ങനെയാണ് ഈ അകൽച്ച ഉണ്ടായത്, നിർഭാഗ്യം ഉണ്ടായതെന്നൊക്കെ ഈശ്വരനിലെല്ലാം അർപ്പിക്കുന്ന ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളെ മാത്രം ആ വ്യക്തി കുറ്റപ്പെടുത്തുന്നില്ല. ദുഷ്ടശക്തികൾ നിങ്ങളെ സ്വാധീനിച്ചതിലൂടെ നിങ്ങൾക്കുണ്ടായ ഒരു അബദ്ധമാണ് ആ വ്യക്തിയോട് നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കണ്ടെത്തലാണ് ആ വ്യക്തിയുടെ. അത്രയും വിവേകമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. ആ വ്യക്തി ആ വിവേകം മനസ്സിലാക്കി, നിങ്ങൾ തെറ്റ് മനസ്സിലാക്കി ആ വ്യക്തിയിലേക്ക് അടുക്കുമ്പോൾ ആ വ്യക്തി കൂടുതൽ നിങ്ങളിലേക്ക് അടുക്കും. നിങ്ങൾക്ക് അങ്ങനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.